പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ മെയിനായിട്ട് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് സോപ്പ് പൊടിയും കൂടെ എടുക്കാം. അപ്പോൾ സോപ്പ് പൊടി ഇല്ല എങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് പറ്റും. പല്ലിയും പാറ്റയും ഉറുമ്പ്. ഡെറ്റോൾ ഒരു ടീസ്പൂൺ അളവിൽ ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 4 കൂടെ ചേരുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പഞ്ചസാര ഇതിനകത്ത് ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ എലിക്കൊക്കെ ശർക്കരയല്ല ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് പല്ലിയും പാറ്റയും പ്രാണികളെയൊക്കെ കൊല്ലുന്നതിന് നമുക്ക് പഞ്ചസാരയും അതേപോലെ ഡെറ്റോള് പിന്നെ സോപ്പ് പൊടി വിനാഗിരി ഈ 4 സാധനങ്ങൾ മാത്രം മതി. ഇതിപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ പാറ്റയൊക്കെ ഉള്ള സ്ഥലത്ത് കബോർഡിലൊക്കെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ സിങ്കിനകത്ത് രാത്രിയൊക്കെ ആണെങ്കിൽ സിങ്കിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഉറുമ്പൊക്കെ ചിലന്തിയൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടോ കബോർഡിനകത്തായിട്ടോ എവിടെ വേണമെങ്കിലും ഇതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറിന് ഒരു പീസ് കൊണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ വെള്ളം നമുക്ക് അതേപോലെ സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ സാധാ കുപ്പിയിൽ ആക്കിയിട്ട് നമുക്ക് മൂടിക്കകത്ത് ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ നല്ല കട്ടിക്കിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വല്പം മാത്രം ഇതിനകത്തുനിന്ന് സ്പ്രേ ചെയ്ത് വീഴുമ്പം തന്നെ പല്ലിയാണേലും എല്ലാം വീണോളും കേട്ടോ. അതേപോലെ പാറ്റയാണേലും ചെറിയ പക്കികൾ പ്രാണികൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സൂപ്പറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. ഒന്നടിക്കുമ്പം തന്നെ അത് വീണ് ചാവുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ പക്കികൾക്കും പ്രാണികൾക്കും പല്ലികൾക്കും ഒക്കെ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണിത്. മഴ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ കണ്ടോ ഈയലിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈയലുണ്ടെങ്കിൽ തന്നെ പല്ലി എവിടെ ഉണ്ടെങ്കിലും എത്തുമല്ലോ. അപ്പോൾ പല്ലിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേന് പല്ലി ഓടിക്കളയും അല്ലേ ഭിത്തിയിലൊക്കെ. അപ്പം നമുക്ക് അത് മൂടി ഊരിയിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പല്ലിയുടെ ദേഹത്ത് വീഴുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ സ്മെല്ലടിച്ചിട്ട് പല്ലി ഓടിക്കോളും. പിന്നെ ആ പരിസരത്തോട്ട് വരില്ല. ഞാനിപ്പോൾ കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈയലിനെയൊക്കെ പിടിക്കാൻ ഇതേപോലെ പല്ലികൾ എവിടെ ഉണ്ടെങ്കിലും എത്തും. അപ്പോൾ അതിനെയും നമുക്ക് ഇതുപോലെ കണ്ടോ ഒഴിച്ചു കൊടുത്താൽ അത് ചത്തു പോയിക്കോളും. ആ ഒരു സ്മെല്ലടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് സിങ്കിലും വാഷ് ബേസിനും ഒക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പം ഇതേപോലെ നമ്മൾ നേരത്തെ ആ ഒരു സൊല്യൂഷനിൽ മുക്കിയ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അത് ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തോ മുകളിലായിട്ടോ ഒക്കെ വെച്ച് കൊടുക്കുക. എവിടെയാണോ ശല്യം അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഓരോ പീസ് വെച്ച് കൊടുത്താലും മതി. ഉറുമ്പാണേലും ചത്തുപോകും വേണ്ട. ഇതേപോലെ ആക്കി ഈ പാത്രത്തോടെ ടിന്നിനോടെ വെച്ച് കൊടുത്താലും മതി.